സംസ്ഥാന സർക്കാർ 5ാം വാർഷികത്തിലേക്ക് സർവതല സ്പർശിയായ വികസനവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇന്നലെ പുറത്തിറക്കിയിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുകയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇന്നലെ പുറത്തിറക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സംസ്ഥാനത്ത് സർക്കാരിൻ്റെ 4ാം വാർഷികം, അതായത് ഇടതുമുന്നണി സർക്കാരിൻ്റെ 9 വർഷം പൂർത്തിയാക്കുന്ന വേളയാണ്. ഇന്നലെ വലിയ തരത്തിൽ വലിയ റാലിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു സമ്മേളനമാക്കി മാറ്റുകയായിരുന്നു ഇടതുമുന്നണി പ്രവർത്തകരും ഒപ്പം CPM-ഉം എല്ലാം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മുഖ്യമന്ത്രി ഈ പൊതുവേദിയിലേക്ക് എത്തിയത് തുറന്ന ജീപ്പിൽ തന്നെയായിരുന്നു. കാരണം തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഉറക്കെ പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എത്തിയിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. കാരണം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിഞ്ഞ 4 വർഷം 2ാം പിണറായി സർക്കാരിൻ്റെ 4 വർഷത്തിനിടയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം അവസാനിപ്പിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് വിവിധ വകുപ്പുകളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ പറയുമ്പോഴും കേന്ദ്ര സർക്കാരിനും ദേശീയപാതയിലുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. കാരണം സാമ്പത്തികമായി വലിയ തരത്തിലുള്ള ഞെരുക്കം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ഈ ധനവകുപ്പിന് നൽകേണ്ട അല്ലെങ്കിൽ നികുതി ഇനത്തിൽ നൽകേണ്ട പൈസകൾ പോലും വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര നയങ്ങൾ എടുത്തിരുന്നു. അതേസമയം ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നൊരു നിർദ്ദേശം ആയിരുന്നു സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. പ്രത്യേകിച്ചും UDF സർക്കാരിൻ്റെ സമയത്ത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്ഥലമേറ്റെടുത്തുകൊണ്ട് ഒരു വികസനം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ LDF സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് പ്രധാനമായി അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവ തകർന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല അവർക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ചില ശക്തികൾ സംസ്ഥാന സർക്കാരിലേക്ക് ഈ പ്രശ്നങ്ങൾ ചാരിവെക്കുകയാണ്. അത് അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം സൂചന നൽകി. ഒപ്പം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി ഒരു പരിധിവരെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എതിർത്തിരുന്നു. എന്നാൽ ഇത് രാജ്യത്താകമാനമുള്ള ഒരു വികസനം, സംസ്ഥാനത്തിന് വലിയ തരത്തിലുള്ള വികസനം, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 2016 ഈ പഴയ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും അത് ഒരു യാഥാർത്ഥ്യമാക്കാനും സർക്കാർ തീരുമാനിച്ചത്. അത്തരത്തിൽ ഒരു വലിയ നേട്ടം വിഴിഞ്ഞത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ മുഖച്ഛായ വലിയ തരത്തിൽ മാറ്റമുണ്ടാകും. അത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വലിയ നേട്ടമായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ UDF സർക്കാരിൻ്റെ സമയത്ത് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിട്ടുപോയെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായൊരു മാറ്റം കൈവരിച്ചു. മാത്രമല്ല സ്മാർട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു സംസ്ഥാനത്തിലും ഉണ്ടാക്കാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമ്മാനിക്കുവാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറയുമ്പോൾ തൊട്ടടുത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ സ്വതന്ത്രമായ തരയിൽ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല കുട്ടികൾക്കുള്ള യൂണിഫോം, അതുപോലെ തന്നെ പാഠപുസ്തകങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ ഈ കാലാകാലങ്ങളായി നിലനിന്ന് വന്നിരുന്ന പാഠപുസ്തകങ്ങൾ മാറ്റം വരുത്താൻ കഴിഞ്ഞത്, ഇതൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ആരോഗ്യ മേഖലയിൽ ആണ് മറ്റൊരു കാര്യം പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞു വരുന്നത്. പല ആശുപത്രികൾക്കും പ്രാഥമിക സംവിധാനങ്ങൾ പോലും ഇല്ലായിരുന്നു. ആ ആശുപത്രികളൊക്കെ തന്നെ അവയുടെ നിലവാരം വലിയ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒപ്പം ആശുപത്രികളുടെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനൊപ്പം വലിയ തരത്തിലുള്ള മുന്തിയ ചികിത്സാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു. ഗ്രാമങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വലിയ തരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും പകർച്ചവ്യാധികളും പ്രളയവുമൊക്കെ എത്തിയപ്പോഴേക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടാൻ കഴിഞ്ഞത് ഒരു വലിയ ഒരു സഹായം സംസ്ഥാന സർക്കാരിനുണ്ടായി. കോവിഡിൻ്റെ കാലഘട്ടത്തെ ഒരു പക്ഷേ
ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെയൊക്കെ തന്നെ ഒരു പരിധിവരെ സഹായിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമായി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ സമൂലമായ സർവ്വതല സ്പർശിയായ ഒരു സർക്കാർ, അതാണ് ഇപ്പോഴത്തെ സർക്കാർ. വരും വർഷങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതിൽ നാളെണ്ണി പറഞ്ഞല്ല, ഇന്നു മുതൽ അല്ലെങ്കിൽ എപ്പോഴാണോ സർക്കാർ അധികാരത്തിൽ വന്ന അപ്പോൾ മുതൽ തന്നെ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ആ നേട്ടങ്ങൾ ജനങ്ങൾക്കുണ്ടായി. അത്തരത്തിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നു വരികയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് വരെ LDF സർക്കാർ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശരി ബിനോയ്, സംസ്ഥാന സർക്കാർ 5ാം വർഷത്തിലേക്ക് സർവതല സ്പർശിയായ വികസനവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും ഇന്നലെ പുറത്തിറക്കിയിരുന്നു. മലപ്പുറം കാളികാവിൽ ഒരാളുടെ ജീവനെടുത്ത കടുവയ്ക്കായി